കഥയുടെ തുടക്കത്തിൽ നമ്മളെ ചെറിയൊരു കഥയാണ് കേൾപ്പിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം കുറേയധികം ടൈറ്റൻസ് പ്രത്യക്ഷപ്പെട്ടു. ഈ ടൈറ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലിപ്പമുള്ള മനുഷ്യനെ പോലത്തെ കുറച്ച് മൃഗങ്ങളാണ്. ഈ മൃഗങ്ങൾ വന്നിട്ട് മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ മനുഷ്യരാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചുറ്റും മതിൽ കെട്ടി വലിയ വലിയ മതിലുകൾ കെട്ടാനായിട്ട് തുടങ്ങി. ആ മതിലിനുള്ളിൽ അവർ സേഫ് ആയിട്ട് കഴിയാനായിട്ടും തുടങ്ങി. എന്നാൽ ഈ മതിൽ എന്ന് പൊളിഞ്ഞു വീഴുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ വർഷങ്ങളോളം അവരവിടാണ് താമസിക്കുന്നത്. ഇപ്പൊ കഥയിലോട്ട് വരുവാണെങ്കിൽ ഒരു പയ്യനെയാണ് കാണിക്കുന്നത്. ആ പയ്യനാണെങ്കിൽ അവന്റെ അച്ഛന്റെ കടയിലുള്ള ജോലിയൊക്കെ തീർത്തിട്ട് ഒരു പെൺകുട്ടീനെ പോയി കാണുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് മിക്കാസ. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ നടന്ന് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ തന്നെ ഒരു പയ്യനാണെങ്കിൽ ഒരു മിസൈലിന്റെ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ പേര് ഇറൻ എന്നാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഈറന്റെ അടുത്ത് വരുമ്പോൾ ഈറൻ ആണെങ്കിൽ ആ ബോംബ് പൊട്ടുമെന്നൊക്കെ പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ഈറൻ ആ ബോംബിൽ നിന്ന് താഴെ തെന്നി വീഴുന്നത്. മിക്കാസ അവനെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. ഈ മിക്കാസ മറ്റാരുമല്ല, ഈറന്റെ ഗേൾ ഫ്രണ്ട് ആണ്. അതുപോലെ തന്നെ മറ്റേ പയ്യനാണെങ്കിൽ കൂട്ടുകാരനാണ്. എന്തായാലും ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിൽക്കുമ്പോൾ ആ മിസൈലിനകത്ത് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തോ പടം വരച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ് വരച്ചു വെച്ചേക്കുന്നതെന്ന് ഇവർ മൂന്നുപേരും കൂടെ നോക്കുമ്പോൾ ആ മിസൈലിനകത്ത് മറ്റൊന്നുമല്ല വരച്ചു വെച്ചേക്കുന്നത്, ഒരു പെൺകുട്ടിയുടെ ചിത്രവും അതുപോലെ തന്നെ കടലിന്റെ ചിത്രമാണ്. കൂട്ടുകാരനെ അറിയാം കടലെന്ന് പറഞ്ഞൊരു സംഭവം ഈ മതിലിന് പുറത്തുണ്ട്, പക്ഷെ ഇവരാരും കടൽ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മിക്കാസയോട് ഈ കാര്യം പറയുമ്പോൾ മിക്കാസയ്ക്കും കടൽ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിന്റെ പുറത്ത് പോയല്ലേ പറ്റൂ. അപ്പൊ ഇറൻ ഒരു കാര്യം പറയും, അങ്ങനെ പുറത്ത് പോകണമെങ്കിൽ നമുക്ക് മതിൽ ചാടി പുറത്തു പോവാം, അല്ലെങ്കിൽ മതിലിന്റെ അതുവഴി എന്തെങ്കിലും ഒരു ദൂരം കാണാൻ ഉണ്ടാക്കിയിട്ട് പോവാന്ന് പറയും. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ട്. ഈ മതിലിന് പുറത്ത് ടൈറ്റൻസ് വല്ലതും ഉണ്ടെങ്കിലോ, ടൈറ്റൻസ് ഉണ്ടെന്നാണ് കേട്ട് കേൾവി, പക്ഷെ ഇവരാരും ടൈറ്റൻസിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഇവർ അവിടെ നിന്ന് ചാടി പോവാന്ന് തീരുമാനിക്കും. അതിനു മുമ്പ് മതിലൊക്കെ ഒന്ന് നിരീക്ഷിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അവർ മൂന്നുപേരും കൂടെ പട്ടാളക്കാരൊന്നും അറിയാതെ തന്നെ ആ മതിലിന്റെ അടുത്ത് എത്തിപ്പെടുകയാണ്. പട്ടാളക്കാരവിടെ എന്തൊക്കെയോ വായി നോക്കി നിൽക്കുകയാണ്, ഇവരെ കാണുന്നില്ല. ആ നേരം കൊണ്ട് ഇവർ മതിലിന്റെ അടുത്ത് വന്നിട്ട് ആ മതിലിനെ നിരീക്ഷിച്ച് നോക്കുകയാണ്. കാണുമ്പോൾ തന്നെ അത്രയും വലുപ്പമുള്ള മതിലാണ്. എന്തായാലും അത് ചാടി കണക്കാനായിട്ടൊന്നും പറ്റത്തില്ല, വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ഇവര് മൂന്നുപേരും കൂടെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും മിക്കാസയ്ക്ക് തുമ്മല് വരുന്നത്. അതായത് ആ സ്ഥലത്ത് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇറൻ ആണെങ്കിൽ അവന്റെ സ്കാർഫ് എടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട് തണുക്കാതിരിക്കാനായിട്ട്. ഇറന് മിക്കാസേനെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ തന്നെ മിക്കാസയ്ക്ക് തിരിച്ചും. ഇവരിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും കുറേയധികം സോൾജേഴ്സ് അങ്ങോട്ട് വരുന്നത്. അവര് വന്നിട്ട് ഇവര് മൂന്നുപേരെയും പിടിച്ചു വെക്കാനായിട്ട് നോക്കും, പക്ഷെ ഇറൻ വിടത്തില്ല, തിരിച്ചാക്രമിക്കുകയാണ്. ഇറന്റെ മുമ്പിൽ ബാക്കിയുള്ള സോൾജേഴ്സിനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ഇറൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവൻ ഫൈറ്റ് പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫൈറ്റ് നടക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു ജനറൽ വരുന്നത്. അയാൾ വന്നിട്ട് ഈ ഫൈറ്റ് ഒക്കെ സോൾവ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള പട്ടാളക്കാർ അവിടെ നിന്ന് പറഞ്ഞു വിടും, കാരണം അങ്ങേർക്കറിയാം ഇവര് മൂന്നൊരു കുട്ടികളാണ്, ഈ മതിലിനപ്പുറം എന്താണ് ഉള്ളതെന്ന് ഇവർക്ക് അറിയാനായിട്ട് നല്ല താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നോക്കുന്നതെന്ന്. എന്തായാലും ഇറനോട് അയാൾ നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇറനോട് പറയുന്നുണ്ട്, നിനക്കിനി പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊരു ടീം ഉണ്ടാക്കുന്നുണ്ട്, ആ ടീമിന് മാത്രമേ പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടീമിൽ ജോയിൻ ചെയ്യാന്ന്. ഇതും പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ആ ഒരു മതിൽ കുലുങ്ങാനായിട്ട് തുടങ്ങുന്നത്. നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട്. ഒരു ഭൂമി കുലുക്കം വന്നാൽ എങ്ങനെയാണോ അതേപോലെ കുലുങ്ങുന്നുണ്ട്. ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ മതിലിന്റെ പാളിയൊക്കെ പൊളിഞ്ഞിട്ട് തെറിച്ച് വീഴുന്നുണ്ട്. ഇവര് നോക്കുമ്പോൾ വലിയൊരു ടൈറ്റൻ ആണെങ്കിൽ ആ ഒരു മതിലിന്റെ അവിടെ നിൽക്കുന്നു. മതിൽ അത് അടിച്ചു പൊളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവര് നാലുപേരും കൂടെ അവിടെ ഓടാനായിട്ട് തുടങ്ങും. ജനറൽ ഓടി ബാക്കിയുള്ള പട്ടാളക്കാരെടുത്ത് എത്തിയിട്ട് അവരോട് ആ ഒരു ടൈറ്റൻ ആക്രമിക്കാൻ പറയാണ്. അവരുടെ കയ്യിൽ പീരങ്കികളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് ആക്രമിക്കുന്നത്. ഇതേ നേരം നമ്മുടെ ടീംസ് ആണെങ്കിൽ ഒരു മതിലിന്റെ പിന്നിൽ വന്ന് ഒളിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റേ മതില്, അതായത് വലിയ മതില് പൊളിഞ്ഞിട്ടുണ്ട്. അത് പൊളിഞ്ഞിട്ട് അതിനുള്ളിലൂടെ കുറെ അധികം ടൈറ്റൻസ് കയറി വരുന്നുണ്ട്. മനുഷ്യരെക്കാട്ടിയും ഏറെ വലിപ്പമുള്ള, മനുഷ്യന്റെ രൂപത്തിനോട് സാമ്യമുള്ള കുറച്ച് ജീവികളാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് ഇറന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മിക്കാസേനെ കൂട്ടുകാരനെയും വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. ഈ നേരം കൊണ്ട് ആ ടൈറ്റൻസ് എല്ലാം കൂടെ നടന്ന് ജനറലിന്റെ അടുത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള സോൾജേഴ്സ് നിൽക്കുന്നിടത്തും വരും. എന്നിട്ട് ഓരോ ടൈറ്റൻസ് ഓരോ മനുഷ്യരെ പിടിച്ച് തിന്നാണ്, വലിച്ചു കീറി കടിച്ച് പറിച്ച് തിന്നാണ്. എന്തായാലും അതിലൊരു സോൾജർ ആണെങ്കിൽ പേടിച്ച് വിറച്ച് ടൈറ്റന്റെ കടി കൊണ്ട് ചാവാൻ വയ്യാത്തത് കൊണ്ട് തന്നെ തോക്കെടുത്ത് തലയിൽ ഷൂട്ട് ചെയ്ത് ചാവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വേറൊരു പെൺകുട്ടിയായിട്ടുള്ള സോൾജർ അവിടെ ഇരിപ്പുണ്ട്. ഇതേ നേരം ആ ഒരു സ്ഥലം കാണിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് മൊത്തം ടൈറ്റൻസ് വളഞ്ഞിട്ടുണ്ട്. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ടൈറ്റൻസ് വെറുതെ വിടത്തില്ല, കിട്ടുന്ന ആൾക്കാരെ എല്ലാരെയും പിടിച്ച് കടിച്ച് തിന്നു കളയാണ്. ഈ ടൈറ്റൻസിന് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അങ്ങ് തിന്നുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടുകാരന്റെ അച്ഛനെയും പിടിച്ചോണ്ടുപോയി. ടൈറ്റൻസ് പിടിച്ചോണ്ടുപോയി തിന്നുന്ന കാര്യം നമ്മുടെ ടീംസ് കാണുന്നുണ്ട്. കൂട്ടുകാരനൊക്കെ ഒരുപാട് വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈറന് അച്ഛനും അമ്മയും ഇല്ല. എന്തായാലും ഇപ്പൊ ഇവര് മൂന്നുപേരും കൂടെ ഓടുമ്പോൾ മിക്കാസായും അതുപോലെ തന്നെ ഈറനും ഒരു ഭാഗത്തോട്ടും കൂട്ടുകാരൻ വേറൊരു ഭാഗത്തോട്ടും ഓടിപ്പോവാണ്. മിക്കാസായും അതുപോലെ തന്നെ ഈറനും കൂടെ ഓടിയെത്തുന്നത് ഒരു ചർച്ചിന്റെ മുമ്പിലാണ്. അവിടെ തന്നെ കുറേയധികം ജനങ്ങളുണ്ട്. അവര് ചർച്ചിൽ കയറാനായിട്ട് തിക്കും തിരക്കും കൂട്ടാണ്. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ടൈറ്റൻസ് വരത്തില്ലെന്നാണ് ഇവരെല്ലാരും വിചാരിക്കുന്നത്. ഇപ്പൊ ഈറനും അതുപോലെ തന്നെ മിക്കാസയും പള്ളിയുടെ അകത്തോട്ട് കയറാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു സ്ത്രീ താഴെ വീഴുന്നത്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയും താഴെ വീഴും. ഈറൻ ഇത് കണ്ട് നിൽക്കാതെ
ആ സ്ത്രീനെ സഹായിക്കാനായിട്ട് പോവാണ്. മിക്കാസ് ആ കുട്ടീനെ കയ്യിലും എടുക്കുന്നുണ്ട്. എന്നാൽ സഹായിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈറൻ ഈ തിക്കിലും തിരക്കിലും പെട്ടുപോവാണ്. ചർച്ചിന്റെ ഉള്ളിലോട്ട് ആൾക്കാർ വലിച്ചെടുത്തോണ്ട് പോവാണ്. എന്നാൽ മിക്കാസയ്ക്ക് കയറി വരാനായിട്ട് സാധിച്ചില്ല. മിക്കാസ് ആ കുട്ടീനെയും പിടിച്ച് ആ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ടൈറ്റൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുമല്ലേ, മിക്കാസയ്ക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല എന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈറൻ ചർച്ചിനുള്ളിലുണ്ട്. പക്ഷെ പുറത്തോട്ടിറങ്ങാനായിട്ട് പറ്റുന്നില്ല. അവൻ ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോൾ ചർച്ചിനുള്ളിലുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല. എന്നാൽ അവൻ എങ്ങനെയൊക്കെ ആ ഡോറ് തുറന്ന് പുറത്തോട്ടിറങ്ങാണ്. എന്നാൽ പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ മിക്കാസേനെയും അതുപോലെ തന്നെ കുട്ടീനെയും കാണാനായിട്ടില്ല. മിക്കാസായും അതുപോലെ തന്നെ കുട്ടിയും എവിടെ പോയെന്ന് അവൻ അറിയത്തില്ല. അതുപോലെ തന്നെ അവനൊരു ടൈറ്റനെ കണ്ടായിരുന്നു. ആ ടൈറ്റനെ ഇപ്പൊ കാണാനില്ല. എന്തായാലും അവൻ ആകെ തളർന്നു പോവാണ്. മിക്കാസേനെ ടൈറ്റൻ പിടിച്ചോണ്ട് പോയെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. ഇവൻ ഈ ചർച്ചിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയതും ചർച്ച് പൊളിച്ചിട്ട് വേറെ കുറെ ടൈറ്റൻസ് ചർച്ചിനുള്ളിലുള്ള മനുഷ്യരെ അങ്ങ് തിന്നാണ്. അവരെ ഞെരിച്ച് പിരിച്ച് അമക്കി അങ്ങ് കൊന്നുകളയാണ്. ഒരുപാടധികം ചോര നദി പോലെ ഒഴുകുന്നുണ്ട്. എന്തായാലും ഇതൊന്നും അവന് കണ്ടു നിൽക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. അവൻ ആകെ തളർന്ന് നടന്ന് അവിടെ നിന്ന് അങ്ങ് മാറിപ്പോവാണ്. ഇതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈറനും അതുപോലെ തന്നെ കൂട്ടുകാരനും പട്ടാളത്തിൽ ചേർന്നിട്ടുണ്ട്. കൂട്ടുകാരനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കൂട്ടുകാരൻ എങ്ങനെ രക്ഷപ്പെട്ടു. പക്ഷെ മിക്കാസായ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പൊ അവർ പട്ടാളത്തിൽ ചേർന്നു. അതുപോലെ തന്നെ ഇവർക്കൊരു മിഷൻ വരാൻ പോവാണ്. അതായത് നേരത്തെ പൊളിഞ്ഞ ആ ഒരു മതിലില്ലേ, ആ ഒരു മതിലിന്റെ അകത്ത് തന്നെ ഇവർ വേറെ കുറച്ച് മതിൽ കെട്ടി അതിനകത്ത് സമാധാനമായിട്ട് താമസിക്കുന്നുണ്ട്. ടൈറ്റൻസിനുള്ളിലോട്ട് കടക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഈ മതിലിന് പുറത്ത്, അതായത് ആ വലിയ മതിലിനകത്തും ഇപ്പൊ ഈ ചെറിയ മതിലിന് പുറത്തും കൃഷിസ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം ടൈറ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫുഡില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ മതില് തിരിച്ചു കെട്ടിയേ പറ്റൂ. അതാണ് അവരുടെ മിഷൻ. പിന്നെ അവരുടെ കുറെ ആയുധങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ വള്ളി വെച്ച് പറന്നു പോകുന്ന ആയുധങ്ങളില്ലേ, ഓരോ സ്ഥലത്ത് റോപ്പ് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അതുവഴി പറന്നു പോകുന്ന കുറച്ച് ആയുധങ്ങൾ, അതിനെ പറ്റിയൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അവളാണ് ഈ പട്ടാളക്കാരുടെ എല്ലാവരുടെയും ബോസ്. എന്തായാലും ടൈറ്റനെ ഇങ്ങനെ കൊല്ലണം അങ്ങനെ കൊല്ലണം എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കൂട്ടുകാരനും അതുപോലെ തന്നെ ഇറനും ആ ഒരു മിഷന് പോകാനായിട്ട് നിൽക്കുകയാണ്. കുടുംബങ്ങളുള്ള ആൾക്കാർക്ക് ഈ മിഷന് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി തന്റെ കുട്ടീനെ കളഞ്ഞിട്ടാണ് ഈ മിഷന് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇറനും അതുപോലെ തന്നെ കൂട്ടുകാരനും കുടുംബം എന്ന് പറയാനായിട്ട് ആരുമില്ല. കൂട്ടുകാരന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. ഈറനാണെങ്കിൽ അച്ഛനും അമ്മയില്ല. കുഞ്ഞിലെ തന്നെ മരണപ്പെട്ടു പോയി. ഇപ്പൊ ഇവർ രണ്ടുപേരും ആർക്കും അവസാനമായിട്ടൊരു ബായ് പറയാൻ പറ്റാതെ അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു കൊച്ചു പെൺകുട്ടി അവർക്ക് രണ്ടുപേർക്കും ഒരു പാവ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് ഒരു നെറ്റിനപ്പുറം നിന്നിട്ടാണ്. ഇത് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു സന്തോഷമാവുന്നുണ്ട്. ആരും ഇല്ലെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയെങ്കിലും ഇവർക്ക് ബായ് പറയാനായിട്ട് വന്നില്ലേ. എന്തായാലും ആൾക്കാരുടെ വിഷമമൊക്കെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഫുഡ് വാങ്ങാനായിട്ട് വരും. ആ ഫുഡ് വാങ്ങാൻ വരുന്ന നേരത്ത് അവിടെ തന്നെ നമ്മുടെ ജനറൽ നിപ്പുണ്ട്. ജനറൽ ആണെങ്കിൽ ആകെ പ്രാന്തനെ പോലെ കുടിച്ച് വല്ലാത്ത രീതിയായിട്ടുണ്ട്. അങ്ങേരെ കണ്ടിട്ട് ഇറനും കൂട്ടുകാരനും മനസ്സിലായി. പെട്ടെന്ന് തന്നെ പോയി സംസാരിക്കുകയാണ്. അങ്ങേര് ഇപ്പൊ ജനറൽ അല്ല കേട്ടോ, പട്ടാളത്തിലൊന്നും ഇല്ല. അങ്ങേരുടെ കൂടെയുള്ള ആൾക്കാരെല്ലാരും മരണപ്പെട്ടു പോയി. എന്നാൽ അങ്ങേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഫാമിലി എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സങ്കടത്തിലാണ് ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്. എന്തായാലും ഇറനും അതുപോലെ തന്നെ കൂട്ടുകാരനും ഈ ഒരു ജനറലിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് നമുക്ക് കൂട്ടുകാരി എന്ന് പേര് കൊടുക്കാം. ഈ പെൺകുട്ടിക്ക് അവരോട് കൂട്ടുകൂടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്ന് സംസാരിച്ചത്. അന്ന് രാത്രി ആവുന്ന നേരത്ത് നമ്മുടെ ഈറൻ അതുപോലെ തന്നെ കൂട്ടുകാരൻ, കൂട്ടുകാരി, പിന്നെ മറ്റേ കുട്ടീനെ ഫാമിലിനെ ഏൽപ്പിച്ചിട്ട് വന്നില്ലേ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടീനെ നമുക്ക് അമ്മ പെൺകുട്ടി എന്ന് പറയാം. ഇവര് 4 പേരാണ് ഇപ്പൊ കൂട്ട്. ഇവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈറന് ഇവരോടൊന്നും സംസാരിക്കാനായിട്ട് വലിയ മൂഡ് വരുന്നില്ല. 2 വർഷമായിട്ടും മിക്കാസ നഷ്ടപ്പെട്ടതിന്റെ വേദന അവൻ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് മിണ്ടാതെ അവൻ പതിയെ അവിടെ നിന്ന് ഇറങ്ങി മാറിപ്പോവാണ്. അന്നേരമായിരിക്കും നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിക്ക് വിശക്കുന്നത്. ഫുഡ് കിട്ടിയിട്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. വീണ്ടും ഫുഡ് ചോദിച്ച് എണീക്കുകയാണ്. എന്നാൽ അവിടെ ഫുഡില്ല. ഭയങ്കര അധികം ദാരിദ്ര്യമാണ്. അന്നേരം അവിടെ തന്നെ വേറൊരു തിരുപ്പുണ്ട്. പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തനാണ്. അവൻ വെറുതെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് നമ്മുടെ കൂട്ടുകാരൻ പറയുമ്പോൾ കൂട്ടുകാരനെയും ആ ഒരു മനുഷ്യൻ ചൊറിയാണ്. അവൻ ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാണ്. നമുക്ക് അവനെ വെകിളി എന്ന് പറയാം. അവനാണെങ്കിൽ ഇപ്പൊ ടൈറ്റൻസിനെ പറ്റി പറയാനായിട്ട് തുടങ്ങാണ്. നീക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നോ, എപ്പം വേണമെങ്കിലും ടൈറ്റൻസ് വന്ന് കൊല്ലാം, നിനക്കൊന്നും ടൈറ്റൻസിനെ നേരിടാൻ പോലും പറ്റത്തില്ല, നീയൊക്കെ മരണത്തിലോട്ടാടാ പോന്നെന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരൻ ഇതിനെ എതിർക്കാണ്. എന്നാൽ ആ വെകിളിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അവൻ വന്നിട്ട് കൂട്ടുകാരനുമായിട്ട് അടി ഉണ്ടാക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇറൻ അങ്ങോട്ട് വരികയാണ്. ഇറനും അതുപോലെ തന്നെ ബെഗ്ലിയായിട്ട് ചെറിയ രീതിയിൽ വഴക്കാവുന്നുണ്ട്. അന്നേരമായിരിക്കും ബോസ് ലേഡി അങ്ങോട്ട് വരുന്നത്. അവര് വന്നിട്ട് ടൈറ്റനെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ അവന്മാരുടെ അടുത്ത് അടി കൂടിയിട്ട് കാര്യമൊന്നുമില്ല, അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇവരുടെ എല്ലാവരെയും പൊതുശത്രു ടൈറ്റൻ ആണ്. അവരെ കൊന്നാൽ മാത്രമേ ഇവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കൂ. ടൈറ്റനെ കൊല്ലാനായിട്ട് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അതിന്റെ കഴുത്തിന്റെ ബാക്കിൽ തന്നെ വെട്ടണം. അവിടെ ഒരു മുറിവ് ഏൽപ്പിച്ചാൽ മാത്രമേ ടൈറ്റൻസിനെ കൊല്ലാനായിട്ട് സാധിക്കൂ. അല്ലാതെ വേറെ എവിടെ വെട്ടിയാലും അവിടെ എല്ലാം പെട്ടെന്ന് സെല്ല് റീജനറേറ്റ് ആവും. മുറിവുണ്ടായാലും പെട്ടെന്ന് ആ മുറിവ് അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പൊ ആ ഒരു ബോസ് ലേഡി പ്രത്യേകം പറയുന്നുണ്ട് ടൈറ്റൻസിനെ കൊല്ലണമെങ്കിൽ അവരുടെ കഴുത്തിന്റെ ബാക്കിൽ തന്നെ വെട്ടണമെന്ന്. അതും പറഞ്ഞിട്ട് ബോസ് ലേഡി അവിടെ നിന്ന് പോവാണ്. ബോസ് ലേഡി പോയതും ഈ വെകിളിക്ക് വീണ്ടും ദേഷ്യം വന്നിട്ട് നമ്മുടെ ഈറനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഈറനോട് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വഴക്കിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഈറനോട് പറയുന്നുണ്ട് നിന്റെ ഗേൾ ഫ്രണ്ടിനെ ടൈറ്റൻ പിടിച്ചോണ്ട് പോയപ്പോ നീ നോക്കിക്കൊണ്ട് നിന്നതല്ലേന്ന്. ഇത് കേൾക്കുമ്പോൾ ഈറന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈറൻ ചെന്നിട്ട് അവനുമായിട്ട്
ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടെ പിടിച്ചു മാറ്റി രണ്ടിനെ രണ്ട് വഴിക്കാക്കുകയാണ്. ഈ മനുഷ്യര് തമ്മിൽ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, ഇവരെല്ലാരും ടൈറ്റൻസിനെതിരെ പോരാടണം. പക്ഷെ അത് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാരും കൂടെ പിടിച്ചു മാറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈറന്റെ അടുത്ത് അവന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ആർക്ക്? വെകിളിക്ക്. കാരണം ഈറൻ ഫൈറ്റ് പഠിച്ചിട്ടുണ്ട്, അവൻ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ട്രക്കിൽ കയറിയിട്ട് ആ ഒരു വലിയ മതിലിന് പുറത്തോട്ടിറങ്ങാണ്. അവിടെ തന്നെ വലിയൊരു ഗേറ്റ് ഉണ്ട്. അതൊക്കെ തുറന്നിട്ടാണ് ടൈറ്റൻസിനെ കൊല്ലാനായിട്ട് പോകുന്നത്. ടൈറ്റൻസിനെ കൊല്ലുന്നത് മാത്രമല്ല, പുറത്ത് വലിയൊരു മതിലില്ലേ, ആ മതിലിന് അവർക്ക് വീണ്ടും കെട്ടിപ്പൊക്കണം. അപ്പൊ അതിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം എത്തുമ്പോൾ ഒരു വണ്ടി നിർത്തുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ അവിടെ തന്നെ കുറേയധികം പശുക്കളൊക്കെ നിൽപ്പുണ്ട്. അതിനർത്ഥം ഈ ടൈറ്റൻസ് പശുക്കളെ ഒന്നും തിന്നത്തില്ല, മനുഷ്യരെ മാത്രമേ കഴിക്കത്തുള്ളൂ. മനുഷ്യ ഇറച്ചി അതിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ഇവരെല്ലാരും കൂടെ ടോർച്ച് ലൈറ്റും എടുത്ത് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ഈ ടോർച്ച് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിലല്ല വർക്കാവുന്നത്, പകരം തീ കത്തിച്ചിട്ട് അതിനെ എങ്ങനെയോ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അത് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടും. എന്തായാലും ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്തോട്ട് പോയി അന്വേഷിക്കുന്നുണ്ട്. എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ വല്ല ടൈറ്റൻസും ഉണ്ടോ അങ്ങനെ വല്ലതാണ്. പക്ഷെ ടൈറ്റൻസ് രാത്രി അങ്ങനെ ഇറങ്ങി നടക്കത്തില്ല, കാരണം എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. ആ സമയം കൊണ്ട് അവർക്ക് മതിൽ വീണ്ടും കെട്ടിപ്പോക്കാം. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല വഴിക്ക് പോയപ്പോൾ നമ്മുടെ ഈറനും അതുപോലെ തന്നെ അമ്മ പെൺകുട്ടിയും മാത്രം ഒറ്റയ്ക്കാവുകയാണ്. ഈ അമ്മ പെൺകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കൊച്ചു കരയുന്ന പോലെ ശബ്ദം കേൾക്കാം. അവൾ ഇവിടെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷിച്ച് നടക്കാനായിട്ട് തുടങ്ങും. ഈറൻ അവളെ ഒറ്റയ്ക്ക് വിടാനായിട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ ചെല്ലുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ നടന്നൊരു ബിൽഡിങ്ങിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴും ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതായത് കുട്ടി കരയുന്നുണ്ട്, എവിടെ നിന്നാണെന്ന് മനസ്സിലാവുന്നില്ല. അന്നേരമായിരിക്കും ഈറന്റെ ടോർച്ചിൽ വെള്ളം വന്ന് വീഴുന്നത്. അതോടെ അവന്റെ ടോർച്ച് കെട്ടുപോവാണ്. എന്നാൽ അമ്മ പെൺകുട്ടിയുടെ കയ്യിൽ ആ ഒരു ടോർച്ച് ഉണ്ടല്ലോ, അതും അടിച്ചങ്ങനെ നടക്കുമ്പോൾ അവളുടെ മുകളിലൂടെ എന്തോ തുപ്പല് പോലത്തെ സംഭവം വന്ന് വീഴാണ്. എന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്ലൂയിഡ്. ഇവര് പതിയെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു ടൈറ്റന്റെ കുട്ടിയാണെങ്കിൽ അവിടെ ഇരുന്ന് മനുഷ്യനെ പിടിച്ച് തിന്നുന്നു. ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും പേടിച്ചു പോകും. അതുപോലെ തന്നെ ഈ കുട്ടിയാണെങ്കിൽ ടോർച്ച് ലൈറ്റ് അതിന്റെ മുഖത്തടിച്ചത് കൊണ്ട് തന്നെ കരയാനായിട്ടും തുടങ്ങും. ഇത് കരഞ്ഞ് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴെ വന്ന് വീഴാണ്. ഇത് കണ്ടിട്ട് ഈറനും അതുപോലെ തന്നെ അമ്മ പെൺകുട്ടിയും കൂടെ അവിടെ ഓടുകയാണ്. എന്നാൽ ഈ താഴെ വീണ കുട്ടിയാണെങ്കിൽ അങ്ങ് കരയാനായിട്ട് തുടങ്ങും. നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കി കരയുന്നുണ്ട്. ഇത് കേട്ടിട്ട് എന്തായാലും ബാക്കിയുള്ള ടൈറ്റൻസ് ഉറപ്പായിട്ടും എണീക്കും. അതേപോലെ തന്നെ എല്ലാ ടൈറ്റൻസും എണീച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈറനും അതുപോലെ തന്നെ അമ്മ പെൺകുട്ടിയും വേറെ കുറച്ച് ആൾക്കാരും കൂടെ വണ്ടിയിൽ കയറാനായിട്ട് വണ്ടിയുടെ അടുത്തോട്ട് ഓടി വരും. എന്നാൽ വണ്ടിയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ബോസ് ലേഡിയും വേറെ കുറച്ച് ആൾക്കാരും കൂടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അവർക്ക് ഇവിടെ നിന്ന പ്രശ്നമൊന്നും മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരുടെ ജീവൻ ബലി കൊടുത്തിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകും. പോകുന്ന വഴിക്ക് തന്നെ ബോസ് ലേഡി വിളിച്ച് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പൊക്കമുള്ള ബിൽഡിങ്ങിന്റെ അടുത്ത് വന്നാൽ മതി, നമ്മൾ അവിടെ കാണുമെന്ന്. ബാക്കിയുള്ള ആൾക്കാർ ജീവനും കൊണ്ട് പിന്നാലെ ഓടുകയാണ്. അവരുടെ പിന്നാലെ തന്നെ കുറെ അധികം ടൈറ്റൻസ് ഉണ്ട്. കുറെ അധികം മനുഷ്യർ ഈ ടൈറ്റൻസ് പിടിച്ചോണ്ട് പോയി തിന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ അമ്മ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈറനും ഇതിൽ പെടുന്നില്ല. ഈ ടൈറ്റൻസ് നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ട്. അവരെ കിട്ടുന്ന എല്ലാത്തിനെയും പറക്കി തിന്നാണ്. അന്നേരമായിരിക്കും രണ്ട് മനുഷ്യര് പറന്ന് നടന്ന് ഈ ടൈറ്റൻസിനെ കൊല്ലാനായിട്ട് തുടങ്ങുന്നത്. കറക്റ്റ് ഈ ടൈറ്റൻസിന്റെ പിന്നിലായിട്ട് വെട്ടുന്നുണ്ട്. ഓരോ ടൈറ്റൻസ് ആയിട്ട് ചത്ത് താഴെ വീഴാണ്. ഒരു മനുഷ്യരും ഒരു പെൺകുട്ടിയും. അവർ രണ്ടുപേരും കൂടെ ടൈറ്റൻസിനെ കൊന്നിട്ട് ഇവരുടെ മുമ്പിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. നോക്കുമ്പോൾ മറ്റാരുമല്ല, ആ ഒരു പെൺകുട്ടി മിക്കാസയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഈറൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മനുഷ്യൻ പട്ടാളത്തിലൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു സോൾജർ ആയിരുന്നു. അങ്ങനെ നമുക്ക് ക്യാപ്റ്റൻ എന്നും പറയാം. എന്തായാലും മിക്കാസനെ കണ്ടിട്ട് നമ്മുടെ ഈറൻ ഞെട്ടിപ്പോവാണ്. ഈ 2 വർഷമായിട്ട് മിക്കാസ അവനെ തേടി വന്നിട്ടില്ല. അവള് ജീവനോടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈറനെ മിക്കാസ മൈൻഡ് ആക്കുന്നുമില്ല. ഇതെല്ലാം കൂടെ കൊണ്ട് നമ്മുടെ ഈറൻ ഒന്ന് ഞെട്ടി വിഷമിച്ച് അങ്ങനെ നിന്ന് പോവാണ്. പിന്നീട് ക്യാപ്റ്റൻ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ബിൽഡിംഗിൽ വരുന്നുണ്ട്. അവിടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. ബോസ് ലേഡിയും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് ടൈറ്റൻസിനെ കൊല്ലണമല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ കുറെ അധികം വെടിമരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ റെഡിയാക്കാണ്. അതൊക്കെ കൊണ്ടുപോയി ടൈറ്റൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഈറൻ ആണെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ മറ്റേ ആ ഒരു വെകിളിയില് അവന് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. അവൻ നമ്മുടെ ഈറനോട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. നീ കാരണമാടാ, നിന്നെയൊക്കെ കാരണമാണ് ആ കുട്ടി കരഞ്ഞത്, അതുകൊണ്ടാണ് ടൈറ്റൻസ് എണീറ്റത്, നമ്മുടെ പ്ലാൻ എല്ലാം വെള്ളത്തിലായത് നിന്നെ കാരണമാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഈറനെ ഇട്ട് അടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈറൻ നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. കാല് വെച്ച് ഒറ്റ ഇടിയാണ്. ആ ഒരു ഇടിയിൽ ഈ വെകിളിയാണെങ്കിൽ താഴെ വന്ന് വീഴുന്നുണ്ട്. അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പെട്ടെന്നായിരിക്കും അങ്ങോട്ട് മിക്കാസ വന്നിട്ട് ഈറനെ പിടിച്ച് മാറ്റുന്നത്. എന്തിനാ വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അത് നല്ല ദേഷ്യത്തോടാണ് ഈറനോട് സംസാരിക്കുന്നത്. ഇതും പറഞ്ഞിട്ട് മിക്കാസ അവിടെ നിന്ന് മാറിപ്പോവും. ഈറന് നല്ല വിഷമാവുന്നുണ്ട്. അവൻ പണ്ട് പ്രണയിച്ച ആ പെൺകുട്ടിയാണ് അവനോട് ഇങ്ങനെ പെരുമാറുന്നത്. ഒരു മൈൻഡ് പോലും കാണിക്കുന്നില്ല. മിക്കാസ പോയതും അങ്ങോട്ട് ആ ഒരു ക്യാപ്റ്റൻ വരുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു മനുഷ്യൻ ടൈറ്റൻസിനെ കൊന്നത്, മിക്കാസയുടെ കൂടെ വന്നിട്ട് അയാളാണ് ക്യാപ്റ്റൻ. അയാൾ വന്നിട്ട് നമ്മുടെ ഈറനെ വിളിച്ചൊരു സ്ഥലത്ത് മാറിപ്പോവും. എന്നിട്ട് ഈറനെ ചൊറിയുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഈറനോട് വഴക്കിടുന്നത് പോലെ, നിനക്കൊരു കാര്യം അറിയാമോ, നീ ഒരു മതിലിന് ചുറ്റും കുടുങ്ങിയ മനുഷ്യനാണ്, നിന്നെ പൂട്ടിയിട്ടേക്കാണ്, അതുപോലെ തന്നെ മിക്കാസ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈറന് നല്ല ദേഷ്യമാവുന്നുണ്ട്. എന്നാൽ അവൻ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും മറ്റേ ക്യാപ്റ്റൻ ആണെങ്കിൽ ഈറനെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ വെഗിളി ആണെങ്കിൽ കുറെ
അധികം മനുഷ്യർ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റിപ്പോയ ആ ഒരു മോന്തയില്ലേ, അതായത് ആ ഒരു ജോലൈൻ ഇല്ലേ, അത് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ജോലൈൻ അല്ല, ജോ ആണ്. ഇതേ നേരം മിക്കാസേനെ കാണിക്കുകയാണെങ്കിൽ അവൾ ആ പൊളിഞ്ഞ ബിൽഡിങ്ങിലുണ്ട്. അവിടെ വന്നിരുന്നിട്ട് പിയാനോ വായിക്കുകയാണ്. ഈ പിയാനോ വായിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം നമ്മുടെ ഈറൻ കേൾക്കുന്നുണ്ട്. ഈറൻ ആണെങ്കിൽ എന്താണെന്ന് അറിയാനായിട്ട് മിക്കാസ പിയാനോ വായിക്കുന്ന ആ ഒരു റൂമിലോട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ മിക്കാസേനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവളോട് അവൻ സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്താ ഇത്രയും നാളായിട്ട് എന്നെ തിരക്കി വരാഞ്ഞത്, നീ ജീവനോടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അവനെ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. അവൾ വിഷമിച്ചിട്ട് അവനോട് പറയും, എനിക്ക് ആ കുട്ടീനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല, ടൈറ്റൻസ് വന്ന് ആ കുട്ടീനെ എടുത്തോണ്ട് പോയി, അതുപോലെ തന്നെ എന്റെ വയറ്റിന്റെ ഭാഗം കടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അവളുടെ വയറിന്റെ ഭാഗം കാണിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഭാഗം ടൈറ്റൻസ് കടിച്ചെടുത്തിട്ടുണ്ട്, എന്നാൽ അത് വീണ്ടും റീജനറേറ്റ് ആയി വന്നേക്കാണ്. അതായത് ആ ഒരു മുറിവെല്ലാം പുറത്തിട്ടുണ്ട്. വീണ്ടും ഈറൻ ആണെങ്കിൽ മിക്കാസയോട് സ്നേഹത്തിൽ സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ക്യാപ്റ്റൻ വരികയാണ്. ഈ ക്യാപ്റ്റന് മിക്കാസയിൽ ഒരു കണ്ണുണ്ട്. ക്യാപ്റ്റൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഒരു ആപ്പിൾ എടുത്തോണ്ട് വന്നിട്ട് ക്യാപ്റ്റൻ കഴിച്ചിട്ട് അതിന്റെ ബാക്കി മിക്കാസയ്ക്ക് കൊടുക്കുകയാണ്. മിക്കാസയും അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റനും മിക്കാസയും ഒരുമിച്ച് നിന്നിട്ട് ആപ്പിൾ കഴിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഈറൻ ഒരു കാര്യം മനസ്സിലാവും, അതായത് മിക്കാസയും അതുപോലെ തന്നെ ക്യാപ്റ്റനും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈറനെ കൊണ്ടൊന്നും മിക്കാസയ്ക്ക് ആവശ്യമില്ല. ഇത് മനസ്സിലാക്കുന്ന ഈറൻ ആണെങ്കിൽ ആകെ വിഷമിച്ച് പുറത്തിറങ്ങി വരും. അവിടെ നിന്ന് നല്ല രീതിയിൽ അലറി വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്നായിരിക്കും ഒരാൾ വന്ന് ഈറന്റെ വാ പൊത്തി പിടിക്കുന്നത്. അത് മറ്റാരുമല്ല, ആ ഒരു അമ്മ പെൺകുട്ടിയാണ്. നീ എന്തിനെങ്ങനെ കരഞ്ഞു വിളിക്കുന്നത്, എന്റെ കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ച് ഒരു സ്ഥലത്ത് ചെല്ലും. എന്നിട്ട് അവനോട് അവന്റെ വിഷമങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. അവനും വിഷമിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, നീ അതിനൊന്നും വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേന്ന് പറഞ്ഞിട്ട് അവള് പതി അവന്റെ കൈ പിടിച്ച് അവളുടെ നെഞ്ചത്ത് വെക്കുകയാണ്. അതായത് അമ്മ പെൺകുട്ടിക്ക് അവനോട് താല്പര്യമുണ്ട്. അവള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഈറൻ നല്ല രീതിയിൽ പേടിച്ചു പോവാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ അമ്മ പെൺകുട്ടിയാണെങ്കിൽ, എനിക്കൊരു കുട്ടിയുണ്ട്, എന്റെ കുട്ടിയുടെ അച്ഛനായിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അവനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ അവരുടെ തൊട്ടപ്പുറത്താണെങ്കിൽ വേറൊരു കപ്പിളും ഉണ്ട്. അവരും സൈഡിൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ഈറൻ ഒരു കാര്യം കാണുന്നത്. അതായത് പുറത്തു നിന്നൊരു ടൈറ്റൻ ഇവരെ ഒളിഞ്ഞു നോക്കുന്നു. പെട്ടെന്നായിരിക്കും ആ ടൈറ്റൻ ആ ഒരു ബിൽഡിംഗ് പൊളിച്ചിട്ട് അമ്മ പെൺകുട്ടീനെ വലിച്ചെടുത്തോണ്ട് പോകുന്നത്. ഈറൻ ഇത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവളെ രക്ഷിക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല. അവളെ കടിച്ചെടുത്ത് തിന്നുന്നുണ്ട് ആ ഒരു ടൈറ്റൻ. ഇപ്പൊ ആ ഒരു സ്ഥലത്തിന് ചുറ്റും കാണിക്കുവാണെങ്കിൽ കുറെ അധികം ടൈറ്റൻസ് ഇവിടെ മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരെ വളഞ്ഞു കഴിഞ്ഞു. ആ ടൈറ്റൻസ് എല്ലാം കൂടെ വന്നിട്ട് അവരെ ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറെ അധികം മനുഷ്യരെ പിടിച്ചു തിന്നുന്നുണ്ട്. വലിച്ചു കീറി പൊട്ടിച്ചു കളയാണ്, രണ്ടായിട്ടൊക്കെ ഒടിച്ചെടുക്കുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ നേരത്തെ ഒരു കപ്പിള് സ്നേഹിക്കാനായിട്ട് വന്നില്ലേ, അതിൽ ആ പെൺകുട്ടി മരിച്ചു കിടക്കുന്ന അവന്റെ അടുത്ത് വന്ന് കരയുന്നുണ്ട്. ആ ഒരു ബിൽഡിംഗ് പൊളിഞ്ഞ നേരത്ത് അവന്റെ മുകളിലൂടെ കുറെ പാളികളൊക്കെ വന്ന് വീണ് അവൻ മരിച്ചുപോയി. ആ ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് അങ്ങനെ കരയാണ്. അത്ര ഇഷ്ടമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കാണുന്ന ഒരു പട്ടാളക്കാരനാണെങ്കിൽ ആ പെൺകുട്ടീനെ വന്ന് വിളിക്കുകയാണ്. അവൻ മരണപ്പെട്ടു പോയി, ഇവിടെ നിൽക്കണ്ട, നിന്റെ ജീവനും അപകടത്തിലാവുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൾക്ക് അവനെ വിട്ടുപോകാനായിട്ട് മനസ്സ് വരുന്നില്ല. അത്ര ഇഷ്ടമായിരുന്നു. ഇതേ നേരം തന്നെ ഇവര് വെടിമരുന്ന് നിറച്ച വണ്ടിയില്ലേ, ആ വണ്ടി തലയിൽ തുണിയിട്ട് ഒരാൾ എടുത്തോണ്ട് പോവാണ്. എന്നാൽ അത് ആരാണെന്ന് നമുക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല. ഇയാൾ പോകുന്ന വഴിക്ക് തന്നെ ആ വണ്ടിയിൽ തീ വീഴുന്നുണ്ട്. എന്നിട്ട് ആ വെടിമരുന്നിൽ കത്താനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും നേരത്തെ ബോയ് ഫ്രണ്ട് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ ട്രക്കിനുള്ളിലോട്ട് ചാടി കിടക്കുന്നത്. ട്രക്കിനുള്ളിൽ ചാടി കടന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവസാനം അവനെ ചവിട്ടി വണ്ടിയിൽ നിന്ന് പുറത്ത് തള്ളിയിട്ടിട്ട് അവൾ ആ വണ്ടി എടുത്ത് മുമ്പോട്ട് അങ്ങനെ പോകും. നേരെ ഓടിച്ച് ചെല്ലുന്നത് കുറച്ചധികം ടൈറ്റൻസിന്റെ അടുത്താണ്. ആ ടൈറ്റൻസിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ വണ്ടി ചവിട്ടി മറിക്കുകയാണ്. മറിക്കുന്ന നേരത്ത് തന്നെ ആ വെടിമരുന്ന് പൊട്ടുന്നുണ്ട്. കുറെ അധികം ടൈറ്റൻസ് അതിൽ പെട്ട് പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ ഈ ടൈറ്റൻസിന് മരണമില്ല. അവരുടെ ഒരു ഭാഗം മുറിഞ്ഞാലെ തന്നെ വീണ്ടും വീണ്ടും അത് പെട്ടെന്ന് റീജനറേറ്റ് ആയി വരും. അവർ പെട്ടെന്നൊന്നും ചാവത്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാപ്റ്റൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽപ്പുണ്ട്. അയാൾക്ക് ഇതെല്ലാം പുച്ഛമാണ്. നമ്മുടെ ഈറന്റെ പെൺകുട്ടീനെ തട്ടിയെടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പുച്ഛമാണ്. അയാൾ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഒരു മൃഗങ്ങളെ ഇങ്ങനെ കൊല്ലാനായിട്ട് സാധിക്കത്തില്ല, കഴുത്തിന്റെ ബാക്കിൽ തന്നെ വെട്ടിക്കൊല്ലണമെന്നാണ്. ഇപ്പൊ വണ്ടി ഓടിച്ചു പോയ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലേ, അത് കാണുമ്പോൾ അയാൾക്കൊരു പുച്ഛമാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഈറനും അതുപോലെ തന്നെ ആ ഒരു വെകിളിയും ഒരേ ബിൽഡിങ്ങിൽ തന്നെ പെട്ടുപോയിട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ. വെകിളിയാണെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. ഈ ടൈറ്റന്റെ അടുത്തൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ചോടാനായിട്ട് നിൽക്കും. എന്നാൽ ഈറൻ വിടത്തില്ല. നീ വേണമെങ്കിൽ ഓടിപ്പൊക്കോളാം, പക്ഷെ എനിക്ക് പറ്റത്തില്ല, ഞാൻ എല്ലാത്തിനെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവൻ ചാടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാണ്. എന്നിട്ട് അവന്റെ തന്നെ റോപ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു ആയുധമുണ്ട്. അത് വെച്ച് ഓരോ ടൈറ്റന്റെ അടുത്ത് പോയിട്ടും അതിന്റെ കഴുത്തിൽ വെട്ടാനായിട്ട് തുടങ്ങും. കഴുത്തിന്റെ ബാക്കിൽ വെട്ടാനായിട്ട് തുടങ്ങും. ഓരോന്നായിട്ട് ചത്തു വീഴുന്നുണ്ട്. എന്നാൽ കുറേയൊന്നും അവനെ കൊണ്ട് സാധിച്ചില്ല. ഒരു ടൈറ്റൻ അവനെ കയറി കടിച്ചങ്ങ് പിടിക്കുകയാണ്. അവന്റെ കാല് കടിച്ച് പിടിച്ചിട്ട് അവനെ തുപ്പി ദൂരോട്ട് തെറിപ്പിക്കുകയാണ്. അവന്റെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ട് അവൻ ദൂരെ തെറിച്ചു വന്ന് വീഴാണ്. അവൻ ഈ താഴെ കിടന്ന് എഴയുന്ന കാര്യം ക്യാപ്റ്റൻ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. വീണ്ടും ക്യാപ്റ്റൻ അവനോട് പുച്ഛമാണ്. അവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവനൊന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അങ്ങേർക്ക് പുച്ഛമാണ്. ഇപ്പം നമ്മുടെ ഈറൻ ആണെങ്കിൽ ആകെ വയ്യാതെ താഴെ കിടന്ന് അങ്ങനെ എഴയാണ്. അതേ നേരം തന്നെ മിക്കാസ് അങ്ങോട്ട് വരുന്നുണ്ട്. മിക്കാസയ്ക്ക് അവനോട് ചെറിയൊരു അലിവൊക്കെ തോന്നുന്നുണ്ട്, അവനെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അവള് ചെയ്യുന്നില്ല. അന്നേരം ആയിരിക്കും കുറെ അധികം ടൈറ്റൻസ് അങ്ങോട്ട് വരുന്നത്. അവൾ ആ ടൈറ്റൻസിനെ എല്ലാം പോയി വെട്ടി വെട്ടി വീഴ്ത്തുകയാണ്. അവളെ കൊണ്ട് പറ്റുന്നത് പോലെ ടൈറ്റൻസിന്റെ കഴുത്തിന്റെ പിന്നിലായിട്ട് വെട്ടി ഓരോന്ന്
കൊല്ലുന്നതിനെ കൊല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള ആൾക്കാർ, അതായത് ബോസ് ലേഡി, കൂട്ടുകാരി ഇവരെല്ലാം താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ആ ഒരു വെകിളി നിപ്പുണ്ട്. വെകിളിക്ക് ചുറ്റും കുറെ അധികം ടൈറ്റൻസ് വളഞ്ഞിട്ടുണ്ട്. ആ ടൈറ്റൻസ് അവനെ പിടിക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ഉള്ള വാള് വെച്ചിട്ട് അതിനെയൊക്കെ വെട്ടി കൊല്ലാനായിട്ട് നോക്കുമെങ്കിലും അതിന്റെ വിരളിലൊക്കെ ഒരു ബ്ലേഡ് വെച്ച് വരയുന്നത് പോലാണ്. ആ മുറിവുണ്ടായാലും വീണ്ടും അതൊക്കെ റീജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പൊ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് അവരെല്ലാരും കൂടെ ശബ്ദം ഉണ്ടാക്കും. പാത്രങ്ങളൊക്കെ ഇട്ട് അടിച്ച് വിളിച്ചു കൂവി ശബ്ദം ഉണ്ടാക്കി കുറെ അധികം ടൈറ്റൻസിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ കൂട്ടുകാരൻ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, ഈറൻ എന്താണ് പറ്റിയത്, ഈറൻ എവിടെ പോയെന്ന്. ഈറൻ മരണപ്പെട്ടു പോയെന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടൈറ്റൻ അവനെ വന്ന് പിടിക്കുകയാണ്. അവനെ പിടിച്ച് വായിലിട്ട് ചവച്ചരയ്ക്കാനായിട്ട് പോവാണ്. ഈ ഒരു കാര്യം നമ്മുടെ ഈറൻ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈറൻ ചാടി വീണിട്ട് ടൈറ്റന്റെ വാ അടയ്ക്കാൻ സമ്മതിക്കാതെ എങ്ങനെയൊക്കെ തള്ളിപ്പിടിച്ച് കൂട്ടുകാരനെ പുറത്തോട്ട് വലിച്ചിടുകയാണ്. എന്നിട്ട് ഈറൻ ആ ഒരു വായിനുള്ളിലൂടെ താഴെ ചെന്ന് വീഴുന്നുണ്ട്. ആ ഒരു ടൈറ്റൻ ഈറനെ തിന്നാണ്. അതുപോലെ തന്നെ ഈ ടൈറ്റൻ അവനെ വിഴുങ്ങിയ സമയത്ത്, അതായത് ഈറനെ വിഴുങ്ങിയ സമയത്ത് അവന്റെ കൈ അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അതായത് ആ ടൈറ്റൻ കടിച്ച സമയത്ത് രണ്ടായിട്ട് വിട്ടുപോയതാണ്. ഈറൻ നേരെ ആ ഒരു ടൈറ്റന്റെ വയറ്റിനുള്ളിൽ ചെന്ന് വീഴുകയാണ്. അവിടെ ചെന്ന് വീഴുമ്പോൾ മൊത്തം ആസിഡാണ്. അതുപോലെ തന്നെ ആ ആസിഡിനുള്ളിൽ നേരത്തെ വിഴുങ്ങിയ അമ്മ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി മരണപ്പെട്ടു പോയി. അവളെയും കയ്യിൽ വെച്ച് അവൻ കരയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ അവനും മരണപ്പെട്ടു പോകും. കാരണം ആ ടൈറ്റന്റെ ഉള്ളിൽ ആസിഡാണ്. എന്തായാലും കുറെ അധികം ടൈറ്റൻസിനെ കൊന്നതിന് ശേഷം നമ്മുടെ മിക്കാസ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുള്ള സ്ഥലത്തോട്ട് വരുന്നുണ്ട്. അതായത് കൂട്ടുകാരനും കൂട്ടുകാരിയും ബോസ് ലേഡിയും വേറെ കുറെ പട്ടാളക്കാരും നിൽക്കുന്ന സ്ഥലത്ത്. നമ്മുടെ കൂട്ടുകാരന് കുഴപ്പമൊന്നുമില്ല, അവൻ ജീവനോടെ തന്നെയുണ്ട്. കൂട്ടുകാരനാണെങ്കിൽ നമ്മുടെ മിക്കാസയുടെ വിട്ടുപോയ കയ്യും എടുത്ത് പൊതിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. മിക്കാസ് അങ്ങോട്ട് വരുമ്പോൾ ആ കൈയെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് യാതൊരു വികാരവും ഇല്ല, അല്ലെങ്കിൽ അവൾ പുറത്ത് കാണിക്കാത്തതാണ്. അവൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തോട്ട് ചാടി പോവാണ്. എന്നിട്ട് വേറെ ടൈറ്റൻസുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവൾ ഈ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ഇല്ലേ, അത് കംപ്ലൈന്റ് ആയിട്ട് അവൾ താഴെ ചെന്ന് വീഴും. അന്നേരമായിരിക്കും നമ്മുടെ ഈറനെ വിഴുങ്ങിയ ആ ഒരു ടൈറ്റൻ ഇല്ലേ അത് അങ്ങോട്ട് വരുന്നത്. അത് വന്നിട്ട് അവൾ ആക്രമിക്കാനായിട്ട് പോകുമ്പോൾ അതിനെന്തോ വയ്യാത്തതുപോലെ അതിന് ഛർദ്ദിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. പെട്ടെന്നായിരിക്കും അതിനെ പിളർന്നുകൊണ്ട് വേറൊരു ടൈറ്റൻ പുറത്തോട്ട് വരുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ട പോലത്തെ സാധാരണ ഒരു ടൈറ്റൻ അല്ല. അതിന്റെ ദേഹമൊക്കെ നല്ല രീതിയിൽ എന്തോ വ്യത്യസ്തമായിട്ട് തീ വരുന്നത് പോലെയും പുക വരുന്നത് പോലെയാണ്. അത് പിളർന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൈറ്റൻ ഈ ഒരു ടൈറ്റന്റെ ദേഹം പിളർന്നുകൊണ്ട് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് അതിന്റെ ഒരു അലറി വിളിയുണ്ട്. അത് കേട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ വരെ പേടിച്ചു പോകുന്നുണ്ട്. അതായത് ബാക്കിയുള്ള ടൈറ്റൻസ് വരെ പേടിച്ചു പോകുന്നുണ്ട്. ഓരോ ടൈറ്റൻസിനെ ആയിട്ട് ഇപ്പം വന്ന പുതിയ ടൈറ്റൻ ഇടിച്ചിടിച്ച് വീഴ്ത്താനായിട്ട് തുടങ്ങും. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈറ്റൻ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്തായാലും ഒരു ടൈറ്റൻ അത്രയധികം ബുദ്ധിയൊന്നുമില്ല. ഇത് കാണുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഫൈറ്റിംഗ് സ്റ്റൈൽ ഇവരെവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഈറന്റെ ഫൈറ്റിംഗ് സ്റ്റൈലാണ്. ഇതെങ്ങനെ ഈ ഒരു ടൈറ്റന് കിട്ടി? അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ടൈറ്റൻ അവർ കണ്ടിട്ടുമില്ല. എന്തായാലും പുതിയ ടൈറ്റൻ ആണെങ്കിൽ എല്ലാ ടൈറ്റനെ അടിച്ച് കടിച്ച് കൊന്നു കളയാണ്. കടിച്ച് തുപ്പിയൊക്കെ കളയുന്നുണ്ട്. എല്ലാ ടൈറ്റന്റെയും പിന്നിലായിട്ട് ആക്രമിച്ച് കൊന്നു കളയാണ്. ഒരു ടൈറ്റനും ഈ പുതിയ ടൈറ്റന്റെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ ടൈറ്റനെയും കൊന്നു കളഞ്ഞിട്ട് ഈ ടൈറ്റൻ ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് മിക്കാസേനെ നോക്കി നിൽക്കുന്നുണ്ട്. മിക്കാസയുടെ അടുത്തുള്ള ബിൽഡിംഗ് ഒക്കെ ഇടിച്ച് പൊളിക്കുകയാണ്. മിക്കാസയോട് ആ ടൈറ്റൻ എന്തോ ദേഷ്യമുള്ളത് പോലെ. മിക്കാസേനെ കാണുമ്പോൾ ആ ടൈറ്റന് ദേഷ്യം വന്നിട്ട് മിക്കാസേനെ കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്. അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും ഈ ടൈറ്റന് എന്തോ വയ്യാതെ പോലെ ആവുന്നത്. മിക്കാസേനെ താഴെ വിട്ടതിന് ശേഷം ഈ ടൈറ്റൻ ആണെങ്കിൽ താഴെ മറിഞ്ഞു വീഴും. എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാരും കൂടെ ഈ ടൈറ്റന്റെ അടുത്ത് ഓടി വരികയാണ്. ഇവരെ രക്ഷിച്ച ടൈറ്റൻ അല്ലേ, ബാക്കിയുള്ള ടൈറ്റൻസിന്റെ അടുത്ത് നിന്ന് ഈ ഒരു ടൈറ്റൻ അല്ലേ ഇവരെ രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന്റെ ചുറ്റും കൂടുകയാണ്. ഇതിനെന്താ പറ്റിയെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ സാധാരണ ടൈറ്റൻസ് ചത്തുപോയാൽ അത് പെട്ടെന്ന് തന്നെ പുകയായിട്ട് അങ്ങ് മാറും. എന്നാൽ ഈ ടൈറ്റൻ അതുപോലെ ആയിട്ടില്ല. ഇപ്പൊ മിക്കാസയാണെങ്കിൽ ഈ ഒരു ടൈറ്റന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ കഴുത്തിന്റെ പിന്നിലായിട്ട് ഒറ്റ വെട്ടാണ്. അങ്ങനെ വെട്ടിയതും ആ കഴുത്തിന്റെ പിന്നിൽ നിന്ന് ഒരു രൂപം പുറത്തോട്ട് വീഴുന്നുണ്ട്. അത് മറ്റാരെല്ലാം നമ്മുടെ ഈറനാണ്. അവന് നഷ്ടപ്പെട്ടു പോയ കാലും അതുപോലെ തന്നെ കയ്യുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാപ്റ്റൻ നിപ്പുണ്ട്. അങ്ങേർക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ടൈറ്റൻസിനോട് ഫൈറ്റ് ചെയ്തത് നമ്മുടെ ഈറനായിരുന്നു. ഈറൻ ആ ടൈറ്റന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ അടുത്ത പാർട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.